എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ചോതി നക്ഷത്രക്കാരുടെ ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Angel of Ocean, 2 of Swords, 6 of Wands, 4 of Swords, Knight of Cups, Ace of Pentacles. Angel of Ocean, Knight of Cups energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും നൽകുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ അടുത്തിടെയായിട്ട് ഉണ്ടായിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഫാമിലി ആയിട്ട്. കാരണം ഇവിടെ എന്തൊക്കെയോ ഫാമിലി നിങ്ങളുടെ വിവാഹം കഴിച്ചു പോയിട്ടുള്ള വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, അവിടുത്തെ നിങ്ങളുടെ ഇൻലോസ്, റിലേറ്റീവ്സ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെ എന്തൊക്കെയോ സ്വത്ത് തർക്കവും അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള തർക്കങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം അടുത്തിടയ്ക്ക്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളത് മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ഒരു സ്വസ്ഥതയും സമാധാനവും നൽകുന്നൊരു സമയം തന്നെയാണ്. പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ഹീലിംഗ്, അതായത് പലതും നിങ്ങളുടെ ഉള്ളിലുള്ള മാനസികമായിട്ട് സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ. അതൊക്കെ ഹീൽ ചെയ്യുന്ന ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉള്ള ആളുകളാണ് ഒത്തിരി പേര്. പണ്ടൊക്കെ ഇതൊന്നും ആരും സംസാരിക്കാറ് തന്നെ ഉണ്ടാവില്ല, പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാവരും അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിച്ചു തുടങ്ങി. നിങ്ങളുടെ ബാല്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് പാരൻസ് ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ചില ആളുകൾ ടോക്സിക് നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാവും, പക്ഷെ അതൊക്കെ സാധാരണമാണെന്നുള്ളത്. അതായത് കുട്ടികളെ ചീത്ത പറയുകയോ തല്ലുകയൊക്കെ ചെയ്യുന്നത് നോർമലായിട്ടുള്ള കാര്യമായി ഒരു കാലം വരെ, ഇപ്പോഴത്തെ കാലത്തെ അല്ല പറയുന്നത്, ആയിരിക്കാം. പക്ഷെ ആ കാലഘട്ടത്തിലും ടോക്സിക് നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയാനായിട്ട് പലർക്കും പറ്റിയിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവും, കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്രോമ ഹീലിംഗ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിങ്ങൾ വളരെ പേഷ്യൻ്റ്, കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്, ആ ഒരു എനർജി. അതേപോലെ തന്നെ 2 of Swords and 4 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിങ്ങളുടെ എനർജി നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഒരു എന്താ പറയുക, നമ്മൾ ത്രിശങ്കു സ്വർഗത്തിലാണെന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ക്രോസ് റോഡിലാണെന്ന് പറയും. അപ്പോൾ ക്രോസ് റോഡിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു അവസരം ഉണ്ടാവുകയാണ്. ഇപ്പോൾ മെയിനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം പൊതുവെ എനർജി എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ഓഫ് ഓഷൻ ആൻഡ് 4 of Swords ആണ്. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും മൊത്തത്തിൽ നിങ്ങൾ സുഖപ്പെടുത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ മാനസികമായിട്ട് ഇപ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, പാനിക് അറ്റാക്സ് ഒക്കെ ഉള്ളവർ ആണ്, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ ചികിത്സ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചികിത്സ തേടുന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ മാറുന്നുണ്ടാവും, മരുന്ന് മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ ചികിത്സ സമ്പ്രദായം ഇപ്പോൾ ഹോമിയോപ്പതിയിൽ നിന്ന് ആയുർവേദത്തിലോ അല്ലെങ്കിൽ തിരിച്ചോ ഒക്കെ മാറുന്ന ഒരു സിറ്റുവേഷൻ, അതിനുള്ളൊരു സാഹചര്യം. അതായത് ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ തീരുമാനങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ്. എടുത്ത തീരുമാനങ്ങൾ തിരുത്തുന്നു, ഇതിനൊക്കെയുള്ളൊരു അവസരം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഈ ഒരു മാസം തുടങ്ങുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ ചില കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു മാസം മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു അതായത് മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ തെളിച്ചം ഉണ്ടാകുന്നുണ്ട്. അത് ബ്ലോക്ക് ആയിരുന്നത്
ബ്ലോക്ക് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ തെളിഞ്ഞ് കാണാൻ തുടങ്ങുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഫ്രഷ് ആംഗിളിലൂടെ നിങ്ങൾ കാര്യത്തെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണ്. കാരണം നിങ്ങൾ ചില ഇന്ന കോഴ്സാണ് പഠിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കാം. ഇത് ചില ആളുകളെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമാണ്. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ഇന്നൊരു കോഴ്സ് ആഗ്രഹിച്ചിട്ടുണ്ടാവും, മനസ്സുകൊണ്ട് ഉള്ളിൽ എവിടെയോ ഉണ്ടാവും, പക്ഷേ അതൊരിക്കലും നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതൊക്കെ എങ്ങനെ നടക്കാനാ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. പക്ഷെ ഇതിനൊക്കെ ഉള്ളൊരു വഴിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊരു വഴി തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് വളരെയധികം വളരെ വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതിപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും ഇപ്പോൾ ജോലിയിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ നല്ലൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. തീരുമാനം, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കും എനിക്കൊരു ചോയ്സ് ഇല്ല, ഇത് എടുത്തേ പറ്റുന്നു. അങ്ങനെയല്ല, യു ഹാവ് ചോയ്സ്. നിങ്ങളെ സംബന്ധിച്ചൊരു ചോയ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ട്രെസ്ഫുൾ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്, അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്ന കാര്യമായിരിക്കും, നിങ്ങളുടെ ജോലിയായിരിക്കും അത്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ് ഇനി എനിക്ക് വേണ്ട. ചിലപ്പോൾ ഒരു ഭയങ്കര നെഗറ്റീവ് ജോലിയായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, നിങ്ങൾ ഏറ്റെടുത്തൊരു കാര്യം. അപ്പോൾ അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ ഇതെനിക്ക് പറ്റില്ല, വേണ്ട എന്ന് പറയാനുള്ള ചോയ്സ് നിങ്ങൾക്കുണ്ട്. അത് ഏത് കാര്യമായാലും എന്ത് കാര്യമായാലും അത് നിങ്ങൾ ചെയ്യുന്നൊരു മാസമാണ്. കാരണം അത് ഇപ്പോൾ നിങ്ങൾ ഉറപ്പാണ്, നിങ്ങൾക്കറിയാം എനിക്ക് ഇത് വേണ്ട, അതുകൊണ്ട് നിങ്ങളത് തുറന്ന് പറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വലിയൊരു റിലീഫാണ്, റിക്കവറിയാണ് എന്ന് പറയാം ഈ ഒരു സമയം. അതേപോലെ തന്നെ 2 of Swords ആൻഡ് Ace of Pentacles എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാണ് സിറ്റുവേഷൻ, അതാണ് ആദ്യം തന്നെ പറയേണ്ടത്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്കറിയാം ഇതൊന്നും ശരിയാവില്ല, പക്ഷെ നമ്മൾ പിന്നെ അവിടെ തന്നെ നിൽക്കും. നമ്മൾ ഒരിക്കലും അത് സ്വീകരിക്കില്ല. നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പ്രശ്നങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി പിന്നെ നമ്മളത് ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തോൽക്കുന്നത് ചില മാറ്റങ്ങൾ നമ്മളിൽ വരുത്തണമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷനിൽ മാറ്റം വരുത്തുണ്ടാവും, അല്ലെങ്കിൽ എന്തിലെങ്കിലും മാറ്റം വരുത്തുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം അത് മനസ്സിലാക്കുക, ഇതാണ് പ്രശ്നമെന്ന്. ആ പ്രശ്നം ഇത് പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ആ ഒരു പ്രോഗ്രസ്സാണ് കാണിക്കുന്നത്, ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് തീരെ പ്രതീക്ഷിക്കാതെ ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രപ്പോസൽ, അതായത് പുതിയ പ്രൊജക്റ്റ് എന്തോ വരുന്നു, പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും വിചാരിച്ച രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ടു ഗുഡ് ടു ബി ട്രൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ. കാരണം പേഴ്സണൽ ലൈഫിലും മുന്നേറ്റമുണ്ട്, സാമ്പത്തികമായിട്ട് നേട്ടമുണ്ട്, റിവാർഡ്സ്, റെക്കഗ്നിഷൻ, അതായത് ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നു, പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ, ഒരു ഹാപ്പി, സക്സസ്ഫുൾ, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈസായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ 6 of Wands ആൻഡ് Knight of Cups എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ നാട്ടിൽ നിൽക്കാൻ ഒത്തിരി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിന്നിട്ടൊരു കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് പുറം രാജ്യത്താണ്. അപ്പോൾ ഫൈനലി നിങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്, മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്. അതാണ് നിങ്ങളുടെ സക്സസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാം നന്നായിട്ടിരിക്കുന്ന ഒന്നും ഉണ്ടാവില്ല ഈ ലോകത്തിൽ. അപ്പോൾ ചില കാര്യങ്ങൾ നല്ല ബെനിഫിഷ്യൽ ആകുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ പ്രോസും കോൺസും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ എല്ലാം നല്ലതായിട്ടുള്ള ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് പോകുന്ന തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ പല ആളുകളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ, അതായത് പാരൻസിന് മക്കളെ കൊണ്ടിട്ട് സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്, കുട്ടികളുടെ
ഗ്രാജുവേഷൻ സെറിമണിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും പ്രസൻറ്റേഷൻ കോൺഫറൻസ് വലിയ വലിയ ഇതിൽ സംസാരിക്കുക, അവർ ഷൈൻ ചെയ്യുന്നത് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.